ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനി വൈബ്സ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് 2 കപ്പ് ഇഡ്ഡലി റൈസ്, 3/4 കപ്പ് ഉഴുന്ന്, 3/4 കപ്പ് ചോറ്, ഇത് മൂന്നും കൂടി ഒരു പാത്രത്തിലിട്ട് ഒരു 3 മണിക്കൂർ നേരം നന്നായിട്ട് കുതിർത്താൻ വെക്കണം. ഞാൻ മെഷറിങ്ങിന് ഉപയോഗിക്കുന്ന കപ്പ് ഇതാട്ടോ. നമ്മൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പ് അനുസരിച്ച് നമ്മളത് ചെയ്താൽ മതി. ഏത് കപ്പ് എടുക്കുന്നോ ആ കപ്പിന് 2 കപ്പ് അരി, 3/4 കപ്പ് ഉഴുന്ന്, 3/4 കപ്പ് ചോറ്, ആ രീതിയിലാണ് നമ്മൾ മെഷറിങ് എടുക്കേണ്ടത്. അങ്ങനെ 3 മണിക്കൂർ നേരം കുതിർത്ത അരിയും ഉഴുന്നും ചോറും കൂടി ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നന്നായിട്ട് അരയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഞാൻ ഉപ്പ് ലാസ്റ്റ് പൊങ്ങിക്കഴിഞ്ഞ് ചൂടാൻ നേരത്താട്ടോ ചേർക്കുകയുള്ളൂ. എന്നിട്ട് ഇതിപ്പോൾ ഞാനൊരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ചെറിയ പൊങ്ങി വരുമ്പോൾ ഉപയോഗിക്കുന്നൊരു പാത്രം ഉണ്ടല്ലോ, അതിനകത്തേക്ക് മാറ്റിയിട്ട് ഞാൻ ഒരു 6 മണിക്കൂർ നേരം ഇത് പൊങ്ങാനായിട്ട് വയ്ക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും വലിയൊരു പാത്രത്തിലാണ് ഞാനിത് വയ്ക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ഇങ്ങനെ മാറ്റും. നമ്മൾ അരച്ച മാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 6 മണിക്കൂർ നേരത്തേക്ക് ഞാൻ പൊങ്ങാനായിട്ട് വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഡ്ഡലി എങ്ങനെയാണ് ഇഡ്ഡലി പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ ചൂടുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇഡ്ഡലി മാവ് അങ്ങനെ നന്നായിട്ട് 6 മണിക്കൂറിന് ശേഷം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കി ഉപ്പുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കും. ഇനി നമുക്ക് ഇഡ്ഡലി ചൂടാം. ഇഡ്ഡലി ചൂടാനായിട്ട് ഞാൻ തട്ടയിൽ ബട്ടറാണ് പറ്റുന്നത്. സാധാരണ എന്തെങ്കിലും ഓയിൽ പറ്റിയാൽ മതി, പക്ഷേ ഞാൻ ബട്ടറാണ് പറ്റുന്നത്. എനിക്ക് ആ ടേസ്റ്റും നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് വിട്ടും പോരും, സുഖമായിട്ട് വിട്ടുപോരും. അപ്പം ഞാൻ ഇതിങ്ങനെയെല്ലാം ബട്ടർ പരട്ടി. ഇതുപോലൊരു ബട്ടറാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോരോ കുട്ടി ഇഡ്ഡലിയായിട്ടാണ് ഞാൻ ചുടുന്നത്. ചെറിയ ചെറിയ ഇഡ്ഡലികളാണ് ചുടുന്നത്. ഇനി നമുക്കത് അടുപ്പത്തേക്ക് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒരു സർവിംഗ് ബോളിലേക്ക് മാറ്റും. അങ്ങനെ ഇന്നത്തെ ഇഡ്ഡലി എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.